നിന്റെ മക്കൾ. ഓക്കെ, നിന്റെ മക്കൾ മൊത്തം തെറ്റി. നിന്റെ മക്കൾ വാസു പറഞ്ഞേ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും. അങ്ങനാണോ നോക്കിയേ? ആണോ അച്ഛാ? മക്കൾ മേശയ്ക്ക് ചുറ്റുമെന്നാണോ നിന്റെ മേശയ്ക്ക് ചുറ്റുമെന്നാണോ? നിന്റെ മേശയ്ക്ക് ചുറ്റും. മക്കള് മേശയ്ക്ക് ചുറ്റുവാ, അവനവന്റെ മേശയ്ക്ക് ചുറ്റും. പണ്ടൊക്കെ കുത്തലായിരുന്നു, ഇപ്പം തൂപ്പലും തുടക്കലുവാ. ആരാധനയ്ക്ക് വന്നാലും ഇതാ പണി, അനക്കമില്ല. യേശു 12 വയസ്സ് പ്രായമുള്ളവൻ കൂടെ ഉണ്ടായിട്ട്, സ്വോത്രം വെച്ച് കുറേന്ന് എനിക്കറിയാം, കയ്യിൽ നിന്ന് പോയിട്ട് എപ്പോഴാച്ചാ അറിഞ്ഞേ? 1.5 ദിവസം വഴി പോയി കഴിഞ്ഞ. എന്തായാലും യേശുവിന്റെ അപ്പനും അമ്മയും 1.5 ദിവസം കഴിഞ്ഞപ്പോ അറിഞ്ഞല്ലോ. ഇവിടെ നമ്മൾ വല്ലതും അറിയുന്ന 3 വർഷം കഴിഞ്ഞപ്പാ യോണിക്കുട്ടി കയ്യിൽ നിന്ന് പോയി. മോളിക്കുട്ടി കയ്യിൽ നിന്ന് പോയെന്ന് അറിയുന്ന 5 വർഷം കഴിയുമ്പോഴാണ്. കൈയടിക്കുന്ന കൊള്ളാം, ആരാധിക്കുന്ന കൊള്ളാം, സ്തോത്ര കാഴ്ച ഇടുന്ന കൊള്ളാം, പക്ഷെ നിന്റെ തലമുറ നിന്റെ കൂടെണ്ടെന്ന് ഉറപ്പ് പ്രാപിച്ചോണം. ആറ്റിൽ കലക്കി തൊറ്റാലി തപ്പിയിട്ട് കാര്യമില്ല. 8 മണിക്ക് നിന്റെ കുഞ്ഞെവിടാ? 9 മണിക്ക് നിന്റെ മോൻ എവിടാ? 10 മണിക്ക് എവിടാ? 11 മണിക്ക് എവിടാ? നിനക്ക് ഒരു തന്റെ ഇടം ഉണ്ടായിരിക്കണം, നിനക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, നിനക്കൊരു പദ്ധതി ഉണ്ടായിരിക്കണം. പണ്ട് ഞങ്ങൾക്കൊക്കെ കുടുംബ പ്രാർത്ഥന ഇരിക്കാതെ അത്താഴം തരത്തില്ലായിരുന്നു. ഉണ്ടോ? നിന്റെ തലമുറ നിന്റെ കൂടെ ഉണ്ടോ? സ്വതന്ത്രം. ഞാൻ ഈ ചിക്കോഗായിലും ഡാളസിലും ഒക്കെ പ്രസംഗിക്കുമ്പോഴേ, കാനഡയിലും ഒക്കെ പ്രസംഗം പറയും, 15 കണ്ടോ ഇരിക്കുന്ന കണ്ടില്ലേ, ഒരു 15 വർഷം കഴിഞ്ഞ് ഈ തലമുറ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഡാളസ് രക്ഷപ്പെട്ടു, നിന്റെ കാനഡ രക്ഷപ്പെട്ടു, നിന്റെ ദുബായ് രക്ഷപ്പെട്ടു. 15 വർഷം കഴിഞ്ഞ് ഈ തലമുറ നിന്റെ കൂടെ ഇല്ലെങ്കിൽ നിന്റെ കാനഡ വട്ടപൂജ്യം. ദൈവം നമുക്ക് തന്ന ഭൗതികധനം നമ്മുടെ തലമുറയെ നരകത്തിലെത്തിച്ചാൽ അത് അനുഗ്രഹമല്ല, അത് ശാപമാ. പട്ടിണിയാണെങ്കിലും നിന്റെ തലമുറ നിന്നോടൊപ്പം യേശുവിനെ ഉയർത്താനുണ്ടെങ്കിൽ അതാണ് ഭാഗ്യം. ഇന്ന് ഇത്രയും കുഞ്ഞുങ്ങൾ വന്നല്ലോ, ഇത്രയും പേര് വന്നല്ലോ. കൊച്ചുപേരെ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ഇത്രയും പേരെ ഉള്ളോ? ചിന്തിക്കേ. നമ്മളെല്ലാം കൂടി പ്രസംഗിച്ച അന്യഭാഷയും പാടി പോയിട്ട് കാര്യമില്ലെന്നേ. തലമുറ എവിടാ? പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ്സിൽ എക്സാം വരുമ്പോഴും പറയും, ആദ്യം പോയി കാത്തിരിപ്പ് യോഗത്തിന് അഭിഷേകം പ്രാപിക്കാൻ, പിന്നെ എഴുതിയാ മതിയെന്ന്. ഇത് നീ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിൽ മോനെ കൊണ്ട് വിട്ടിട്ടല്ലേ ആരാധനയ്ക്ക് വരുന്നേ? പിന്നെ എങ്ങനെ ഗുണപ്പെടുന്നേ? വിതൗട്ട് ക്രൈസ്റ്റ് യു ആർ എ സീറോ, വിത്ത് ക്രൈസ്റ്റ് യു ആർ എ ഹീറോ. ദൈവത്തെ കൂടാ നീ സീറോയാണ്. നിന്റെ തലമുറയെ അത് പഠിപ്പിക്കണം. ദൈവത്തോടൊപ്പമുള്ള നന്മ എനിക്ക് മതി കുഞ്ഞേ, നമുക്ക് മതി കുഞ്ഞേ. എവിടെയാണെന്ന് എനിക്കറിയില്ല. ഒരു യോഗത്തിന് ഞാൻ പ്രസംഗിക്കാൻ ചെന്നു. സാധാരണ ഞാൻ പ്രസംഗ സമയമാകുമ്പോൾ സ്റ്റേജിൽ കയറാറുള്ളൂ. മുറിയിൽ ആ സ്വീകരണ മുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു വീടിന്റെ മിറ്റമാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സ്റ്റേജ് ഉണ്ട്, പന്തലില്ല. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് കാറ്റടിക്കാൻ തുടങ്ങി. കാരണം പന്തലൊന്നില്ല, സ്റ്റേജുണ്ട്. മേഘം മൂടാൻ തുടങ്ങി, മഴ പെയ്യുമെന്ന് തോന്നി. അപ്പൊ ഞാനും ഇങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് 4-5 വയസ്സ് പ്രായമേ ഉള്ളൂ ഒരു കുഞ്ഞ് ഓടി അവിടെ വന്ന് ആ സോഫയുടെ, ആ വീട്ടിലെ കുഞ്ഞാ, മുട്ടുകുത്തി. എന്നിട്ട് ആ സോഫയെ കിടന്നൊരു തുണി എടുത്തവൾ തലയിലിട്ടു. എന്നിട്ട് ചിണുങ്ങാൻ തുടങ്ങി കരഞ്ഞോണ്ട്. യേശു അപ്പച്ചാ, ഇന്ന് മഴ പെയ്ക്കരുത്, നിന്റെ ദാസന് പ്രസംഗിക്കാനുള്ളതാ. ഞാൻ കരഞ്ഞുപോയി. കാർമേഘം മൂടുവാൻ തുടങ്ങിയപ്പോൾ, കാറ്റടിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ 4 വയസ്സുകാരിയോട് മുട്ടിമ്പേ നിൽക്കാൻ ആരാ പറഞ്ഞത്? പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്താൻ ആരാ പഠിപ്പിച്ചേ? പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ തുണിയിടാൻ ആരാ പഠിപ്പിച്ചേ? പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ പറയാനും കരയാനും ആരാ പഠിപ്പിച്ചേ? അന്യഭാഷ പറയില്ല, കരയാൻ ആരാ പഠിപ്പിച്ചേ? ഒന്നുകിൽ അവിടെ വല്യമ്മച്ചിയുടെ പ്രാർത്ഥന അവൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ മമ്മിയുടെ പ്രാർത്ഥന അവൾ കണ്ടിട്ടുണ്ട്. നിന്റെ തലമുറയെ പ്രതിസന്ധി വരുമ്പോൾ നരമ്പ് മുറിക്കാനല്ല പഠിപ്പിക്കേണ്ടത്, കയറെടുക്കാനല്ല പഠിപ്പിക്കേണ്ടത്, കിണറ്റിച്ചാലല്ല പഠിപ്പിക്കേണ്ടത്. പ്രതിസന്ധി വരുമ്പോൾ മുട്ടിമേൽ നിൽക്കാൻ പഠിപ്പിക്കേ.